എന്തുകൊണ്ടാണ് 37 ആഴ്ചയായിട്ട് ഒരു കുഞ്ഞ് തിരിഞ്ഞു വരാത്തത്? നോർമലി കിടക്കേണ്ടത് തല താഴെയായിട്ട് കെഫാലിക് പ്രസന്റേഷൻ, ഫേസ് ബാക്കിലേക്ക്, അമ്മയുടെ ബാക്കിലേക്ക് തിരിഞ്ഞാണ്. രണ്ടാമത് ബ്രീച്ച് ആയിട്ട് വരും, എന്ന് പറഞ്ഞാൽ കാല് താഴെ തല മുകളിലായിട്ട് വരും. മൂന്നാമത് വെളിക്കായിട്ട് ട്രാൻസ്വേഴ്സിലായി എന്ന് പറയും, വിലങ്ങനെ കിടക്കുക. ഇതിന്റെ കാരണങ്ങൾ എന്താണ്? മെയിൻ ആയിട്ട് യൂട്ടസിന് എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ, യൂട്ടസ് ഒരറയുള്ളെങ്കിൽ യൂണിക്കോർണേറ്റ് യൂട്ടസ്, അല്ലെങ്കിൽ 2 അറയുണ്ടെങ്കിൽ ബൈക്കോർണേറ്റ് യൂട്ടസ്, അല്ലെങ്കിൽ യൂട്ടസിന്റെ അകത്തൊരു ഫിത്തി ഉണ്ടെങ്കിൽ സെപ്റ്റേറ്റ് യൂട്ടസ്, പിന്നെയാണെങ്കിൽ കുഞ്ഞിന്റെ കണ്ടീഷൻ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞ് ഒത്തിരി വലുതാണെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞ് തീരെ ചെറുതാണെങ്കിൽ, അപ്പോൾ വലുതാണെങ്കിൽ തിരിയാൻ പറ്റില്ല, ചെറുതാണെങ്കിൽ അത് കറങ്ങി ഏതെങ്കിലും സ്ഥലത്ത് വന്ന് ചക്കാവുന്നത്. പിന്നെ വേറൊരു കാരണമാണ് വെള്ളത്തിന്റെ അളവ്. വെള്ളം ഒത്തിരി കൂടുകയാണെങ്കിലും കുഞ്ഞിന് തിരിയാൻ പറ്റില്ല, വെള്ളം തീരെ കുറഞ്ഞാലും കുഞ്ഞിന് തിരിയാൻ പറ്റില്ല. വേറൊരു കാരണം മറുപിള്ളയുടെ പൊസിഷൻ. മറുപിള്ള നേരെ താഴെയാണെങ്കിൽ പ്ലസന്റ പ്രീവിയ, അവിടെയും ബ്രീച്ച് ആയിട്ട് വരാം. പിന്നെ അബ്രപ്ഷ്യോ പ്ലസന്റ വന്നാലും പ്രിമച്ചർ ആയിട്ട് വരുന്നതുകൊണ്ട് കുഞ്ഞിന് തിരിയാൻ പറ്റാതെ വരും. ഈ കാരണങ്ങളെ പൊസിഷൻ അനുസരിച്ചാണ് നോർമൽ ഡെലിവറി അല്ലെങ്കിൽ സിസേറിയൻ എന്ന് തീരുമാനിക്കുന്നത്.